താൽക്കാലിക വിസിമാർ നാടകം കളിക്കുകയാണെന്ന് SFI. ഇപ്പോൾ നടക്കുന്ന സമരം പൊതുവായ വിഷയങ്ങളുടെ പേരിലാണെന്ന് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. താൽക്കാലിക വിസിമാരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നാടകങ്ങൾ മുൻനിർത്തി അവർ നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ തെറ്റായ നിലയിൽ വിദ്യാർത്ഥികളെ ബാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFI സമരരംഗത്ത് ഇറങ്ങേണ്ടതായി നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെ നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിൽ കേരള സർവകലാശാലയിൽ 26 പേരും, കാലിക്കറ്റ് സർവകലാശാലയിൽ 4 പേരും, കണ്ണൂർ സർവകലാശാലയിൽ 4 പേരുമായി 34 വിദ്യാർത്ഥി സഖാക്കൾ ജയിൽവാസം അനുഭവിച്ചു. ഈ 34 സഖാക്കളും ജയിൽവാസം അനുഭവിച്ചത് ഏതെങ്കിലും വിധത്തിൽ SFI ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നം ഉയർത്തി നിൽക്കുന്നതിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള സമരം നടത്തിയതിന്റെ ഭാഗമായോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സാമൂഹ്യ പ്രശ്നം ഉയർത്തിയതിന്റെ ഭാഗമായിട്ടല്ല, മറിച്ച് വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ, കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ എന്ന് തന്നെ പറയാം, ആ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം ഉയർത്തിപ്പിടിച്ചാണ് SFI സമരം ചെയ്തത്. ആ സമരത്തെ കേരളത്തിലെ UDF-ഉം കേരളത്തിലെ താൽക്കാലിക വിസിമാരും നേരിട്ടത് അങ്ങേയറ്റം ബുദ്ധിശൂന്യമായും അബദ്ധജടിലവുമായും തെറ്റായ വിധത്തിൽ ആ സമരത്തെ അഭിസംബോധന ചെയ്തുമാണ് അവരതിനെ നേരിട്ടത്. പ്രതിപക്ഷ നേതാവ് അതിനെ വിളിച്ചത് അഡ്ജസ്റ്റ്മെന്റ് സമരമെന്നും താൽക്കാലിക വിസിമാർ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടകളുടെ സമരവും എന്നുള്ള നിലയിലുമാണ്. കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട്. കേരള സർവകലാശാലയുടെ താൽക്കാലിക വിസി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട മോഹൻ കുന്നുമ്മൽ, അദ്ദേഹം സർവകലാശാലയിൽ വരാതിരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളോടെല്ലാവരും നിങ്ങളതെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം നിങ്ങളോട് പറഞ്ഞത് 100-200 സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, അങ്ങനെയല്ലാതെ അതിൽ കൂടുതൽ ഒന്നുമില്ല. എന്നാൽ അദ്ദേഹം തന്നെ ഇന്നലെ നിങ്ങളെ വിളിച്ചിരുത്തി 1839 സർട്ടിഫിക്കറ്റുകൾ ഞാൻ ഇന്നലെ ഒറ്റ ദിവസം ഒപ്പിട്ടു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി എന്ന് മാത്രമല്ല, അതെല്ലാം ഡിഗ്രി സർട്ടിഫിക്കറ്റുകളായിരുന്നു എന്നുള്ളതും പറഞ്ഞു. ഞങ്ങളുടെ ആവശ്യം ജെന്യുവിനായിരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ഉപരിപഠന സാധ്യതകൾ അനിശ്ചിതത്വത്തിലായിക്കൊണ്ടാണ്, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്, അതോടൊപ്പം തന്നെ അതിനെ പിന്തുണച്ചുകൊണ്ട് VC പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു.